ചരിത്ര പ്രാധാന്യമുള്ള ആലുവ മൂന്നാർ രാജപാത പുനഃസ്ഥാപിക്കണമെന്നാവശ്യമായി ജനകീയ പ്രക്ഷോഭം വീണ്ടും ശക്തമാക്കുന്നു. രാജപാത തുറന്നു കിട്ടിയാൽ കൊച്ചിയിൽ നിന്നും മൂന്നാറിലേക്കുള്ള ദൂരത്തിൽ 20 കിലോമീറ്ററോളം കുറവുണ്ടാകും. ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൌൺസിൽ നേതൃത്വത്തിൽ നാളെ കോതമംഗലത്ത് ജനകീയ മാർച്ചും ധർണയും നടത്തും. ആലുവ മൂന്നാർ രാജപാതയിലെ യാത്രാവകാശം പുനഃസ്ഥാപിക്കുക, തകർന്നുപോയ പഴയ പാത യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കുക, വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളം കുട്ടമ്പുഴ നിവാസികൾക്കും ഗുണകരമാകുന്ന പാതയോട് ചേർന്നുള്ള വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് രാജപാതയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. പഴയ പൊതുമരാമത്ത് പാതയാണിതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ പാതയുടെ നിയമപരമായ അവകാശം PWDക്ക് തന്നെ ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ജനകീയ ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. 1924 മഹാപ്രളയത്തിന് മുമ്പ് വരെ ഹൈറേഞ്ചിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്ന രാജപാത PWD രേഖകളിൽ ഇന്നും നിലനിൽക്കുന്നതാണ്. എന്നാൽ വനംവകുപ്പിന്റെ തടസ്സവാദങ്ങൾ മൂലമാണ് ഈ പാത ഉപയോഗശൂന്യമായി കിടക്കുന്നതിന് കാരണമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. രാജപാത തുറന്നുകിട്ടുന്നതിനായി എറണാകുളം, ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലകളിലുള്ളവർ കാലങ്ങളായി നിയമ സമര പോരാട്ടങ്ങളിലാണ്. കോതമംഗലം പൂയംകുട്ടിയിൽ നിന്ന് കുറത്തിക്കുടി, പെരുമൻകുത്ത്, കരിന്തിരി വഴി മൂന്നാറിലെത്തിയിരുന്ന പഴയ റോഡാണ് രാജപാത. കോതമംഗലത്ത് നിന്നും പൂയംകുട്ടി വരെയുള്ള 28.5 കിലോമീറ്റർ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നിർമ്മാണം നടത്തിയിരുന്നു. തുടർന്നുള്ള 26 കിലോമീറ്ററിൽ വനംവകുപ്പ് അവകാശം ഉന്നയിച്ചിട്ടുള്ളതാണ് തടസ്സമായത്. ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നാളെ കോതമംഗലത്ത് ജനകീയ മാർച്ചും ധർണയും നടത്തും. രാവിലെ 10-ന് ചെറിയ പള്ളിത്താഴത്ത് നിന്ന് ആരംഭിക്കുന്ന മാർച്ച് PWD ഓഫീസിന് മുമ്പിൽ സമാപിക്കും. ധർണ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും. കുട്ടമ്പുഴ, മാങ്കുളം പഞ്ചായത്തുകളിലെ കർഷകരും വ്യാപാരികളും പൊതുജനങ്ങളും പ്രതിഷേധ പരിപാടിയിൽ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.